ആത്മബന്ധു. അനുദിനം പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന ഈ ജീവിതത്തിൽ പുതിയൊരാളായി, പുതിയ അനുഭവ ഗുണമുള്ളയാളായി കൺതുറക്കുക. ഈ ദിവസം ഒരുപാട് പ്രവർത്തിക്കുവാനുള്ള, ഒരുപാട് അനുഭവങ്ങൾ ആർജിക്കുവാനുള്ള ദിവസമല്ലേ? അതെ, ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമാണ് എന്നുറപ്പിച്ചുകൊണ്ട് നമുക്കൊരു പദ്ധതി തയ്യാറാക്കാം. നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ യാത്രാ പദ്ധതി ഉണ്ടാക്കില്ലേ? അതുപോലെ ഈ ദിവസത്തിനായി ഒരു പദ്ധതി. ഉണർന്നെഴുന്നേറ്റാൽ ആദ്യത്തെ 20 മിനിറ്റുകൾ ഞാൻ എന്താണ് ചെയ്യുക? തുടർന്നുണ്ടാകുന്ന ഓരോ മുഹൂർത്തത്തിലും എന്താണ് ചെയ്യേണ്ടത്? ആലോചിക്കുക. ചെയ്യാനുള്ളതെല്ലാം സന്തോഷത്തോടെ ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മത്തിലും നമ്മളുടെ പേരെഴുതി വെച്ചിട്ടില്ലേ? നമ്മളാണിത് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ലേ? അപ്പോൾ മുറ്റത്ത് വീണ് കിടക്കുന്ന ഒരു കരിയില എടുത്ത് കളഞ്ഞാൽ പോലും അതൊരു പദ്ധതിയാണ്. അതപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ദിവസം ഒരൽപ്പം ഗൗരവത്തോടു കൂടി നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് ആലോചിക്കാം. ഒന്ന് ഓർത്തു നോക്കുക. നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടല്ലേ എപ്പോഴും ആലോചിക്കുന്നത്? നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, നമ്മുടെ ജോലിസ്ഥലത്തെ വ്യക്തികൾ, അയൽപ്പക്കക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, എല്ലാവരെക്കുറിച്ചും വളരെ വളരെ ഗൗരവത്തോടു കൂടിയല്ലേ ആലോചിക്കാറ്? അവരൊക്കെ എങ്ങനെ പെരുമാറണം, അവരൊക്കെ എങ്ങനെ നമ്മളെ സ്വീകരിക്കണം, അവർ നമ്മളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ? ചില നിമിഷങ്ങളിൽ അവരെന്താണ് ചിന്തിക്കാറ് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു കൂട്ടാറുണ്ട്. എത്ര ഗൗരവത്തോടു കൂടി, എത്ര സമയമെടുത്താണ് നമ്മളിങ്ങനെ മറ്റൊരാളെക്കുറിച്ച്, നമുക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അവർക്ക് വേണ്ടി അവരുടേതായ പ്രവർത്തികളെ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അതേ ഗൗരവത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? നമ്മളെങ്ങനെ പെരുമാറണം, നമ്മളെങ്ങനെ നമ്മളെ തന്നെ സ്വീകരിക്കണം, നമ്മളെങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന്? അങ്ങനെ ഒരിക്കൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, നമ്മളിൽ ഒരുപാട് തിരുത്തുവാനുണ്ട്. പുനരാരംഭിക്കേണ്ടതായിട്ടുള്ള പലതും നമ്മളിലുണ്ട്. വേണ്ട എന്ന് വെക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ട്. വേണ്ട എന്ന് വെക്കേണ്ടതുകളെ വേണ്ട എന്ന് തന്നെ വെക്കണം. വേണമെന്ന് തോന്നുന്നതിനെ പൂർണ്ണ മനസ്സോടുകൂടി ചേർത്ത് പിടിക്കുകയും വേണം. നമ്മളെപ്പോഴും പല വഴികൾ പിരിയുന്ന ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. എല്ലാ ദിക്കുകളിലേക്കും ഓരോ വഴി പോകുന്നുണ്ട്. ഏത് വഴിക്ക് പോകണം എന്നത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യം ഏത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പോകേണ്ടുന്ന വഴി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പലപ്പോഴും വഴികൾ കൂട്ടുപിണഞ്ഞു കിടക്കും. വഴി കണ്ടുപിടിക്കാനാകാതെ നമ്മൾ കുഴങ്ങും. ചിലപ്പോൾ വഴി ഇനി ഒരിക്കലും കണ്ടുപിടിക്കാനാകില്ല എന്നൊക്കെ തോന്നും. പക്ഷേ എപ്പോൾ നമ്മൾ ഗൗരവത്തോടു കൂടി വളരെ ആഴത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുവോ, നമ്മളുടെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, നമ്മളുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, അപ്പോൾ വഴി തെളിയാൻ തുടങ്ങും. നമ്മൾ നമ്മുടെ ചിന്തകളുടെ തന്നെ അടിമകളാണ് ചിലപ്പോൾ. അതല്ലെങ്കിലോ നമ്മൾ സ്നേഹിക്കുന്ന ചില വ്യക്തികളുടെ അടിമ. സ്നേഹത്താൽ അടിമകളാവുകയാണ് എളുപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു, എന്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവോ അതിന് അടിമപ്പെടാതെ നമ്മുടെ വിചാരങ്ങൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് ഉടമകളാകാൻ ശ്രമിക്കുക. അതിനാണ് നമ്മളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്ന് പറയുന്നത്. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം കുറച്ച് അവനവനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ്
യഥാർത്ഥ ലക്ഷ്യം? ഇടയ്ക്കിടയ്ക്ക് സ്വയം ചോദിക്കുക, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എന്താണ് ശരിക്കും വേണ്ടത്? ഈ നിമിഷം ആവശ്യമുള്ളത് എന്താണ്? അവനവനോട് തന്നെ ചോദിക്കുക. വഴി നമ്മളുടേതാണ്, യാത്ര നമ്മളുടേതാണ്, യാത്രയിലുണ്ടാകുന്ന സകല ബുദ്ധിമുട്ടുകളും നമ്മുടേതാണ്, മാർഗതടസ്സങ്ങൾ നമ്മളുടേതാണ്. ഈ വഴി മുഴുവനും സഞ്ചരിക്കേണ്ടത് നമ്മളാണ്, പ്രയത്നിക്കേണ്ടത് നമ്മളാണ്. വീണു പോകേണ്ട അവസ്ഥകളുണ്ടായാൽ അതിൻ്റെ വേദനയുണ്ടാകുന്നത് നമുക്കാണ്. മറ്റൊരാളുടെയും യാത്രയല്ല ഇത്, നമ്മുടെ യാത്ര. അതിനാൽ തന്നെ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, വീണുപോയാൽ എഴുന്നേൽക്കേണ്ടത്, നമ്മുടെ വഴി ഏതെന്ന് നന്നായി ഓർക്കേണ്ടത്, ആ വഴിയിൽ സംശയങ്ങൾ ഏതുമില്ലാതെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടേണ്ടത്, ഇതൊക്കെയും നമ്മുടെ മാത്രം ആവശ്യമാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ആ ആവശ്യങ്ങളെക്കുറിച്ച്, നമ്മൾക്കിപ്പോൾ എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച്, നമ്മുടെ ലക്ഷ്യമെന്ത് എന്നതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരാവുക. മറ്റൊരാളുടെ ജീവിതമല്ല, മറ്റൊരാളുടെ കാഴ്ചപ്പാടല്ല, മറ്റൊരാളുടെ പ്രവൃത്തിയല്ല, മറ്റൊരാളുടെ വാക്കുകളല്ല നമ്മളെ നയിക്കേണ്ടത്. നമ്മളുടെ തോന്നലുകൾ, നമ്മളുടെ വ്യക്തത, നമ്മളുടെ വിജയം, നമ്മളുടേതായ ലക്ഷ്യം. ഈ വഴികളിലെല്ലാം ഒന്ന് മാത്രമേ ആലോചിക്കേണ്ടൂ. ഞാൻ എന്നെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മറ്റൊരാളെ ഞാൻ ഉപേക്ഷിക്കുകയോ ഒരാളെ ദ്രോഹിക്കുകയോ ചെയ്യുന്നില്ല. പകരം ഈ ലോകത്തോട് കരുണയോടുകൂടി പെരുമാറാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടുതലായി സ്നേഹിക്കാൻ, എനിക്ക് ചുറ്റുമുള്ളവരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഞാൻ എന്നെ തന്നെ അറിയുകയാണ്. ഞാൻ എന്നെ അറിഞ്ഞാൽ, ഞാൻ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കേണ്ടതെങ്ങനെ എന്നുപോലും മനസ്സിലാവുകയുള്ളൂ. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരാളെ സ്നേഹിക്കുവാൻ അർഹതയുള്ളയാളാകുന്നത്. അതുവരെയും മറ്റുള്ളവരിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്ന, മറ്റൊരാൾ വന്ന് എൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കി തരുമെന്ന് വിശ്വസിക്കുന്ന, ഒരാൾ കൈപിടിച്ച് നടത്താനുണ്ട് എന്ന് വിശ്വസിച്ച് തളർന്നിരിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും നമ്മൾ. നോക്കൂ, ആ ഒരാൾ, അത് നീ തന്നെയാണ്. ആത്മബന്ധു, ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ.